Good morning all. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കഷനൊക്കെ കഴിഞ്ഞൂല്ലേ? എവിടെയൊക്കെയായിരുന്നു കംപ്ലീറ്റ് ചെയ്ത്? കുറേ സാധനങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു പെർഫോം കോൺട്രാക്റ്റിനെ എങ്ങനെയൊക്കെ പൊളിച്ചെടുക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ തീരുമാനിച്ചിന്. അതായത് ഒരു കോൺട്രാക്റ്റ് എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാം, അതായത് അതിലെ പാർട്ടീസിനെ ആ കോൺട്രാക്റ്റിൽ നിന്നും ഏത് രീതിയിൽ അവരുടെ ഒബ്ലിഗേഷൻ നിന്നും ഒഴിവാക്കാം, ഏതൊക്കെ രീതിയിൽ വരും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എത്തിയത് എവിടെയായിരുന്നു? സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റിയിലെ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്താ സാധനം എന്ന് പറഞ്ഞാൽ, സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റിയിലെ അതിനെ ഇംഗ്ലീഷ് ലോയിൽ പറയുന്ന ഒരു പേരാണെന്ത്? ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. അപ്പം ഇതെന്തിനപ്പം മനസ്സിലാക്കി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റിൻ്റെ കുറച്ച് കേസസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചില എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ എക്സാമിനർ ചോദ്യം ചോദിച്ചാൽ മൊയന്തടിച്ച് നിൽക്കരുത് എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി. സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺട്രാക്റ്റിൻ്റെ ആദ്യത്തിൽ ഒരു ഇമ്പോസിബിലിറ്റി ഇല്ല, പിന്നീട് സംഭവിക്കുന്ന ഇമ്പോസിബിലിറ്റിനെയാണ് നമ്മൾ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ നിരാശ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈ നിരാശ പൊതുവിൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ വാക്ക് വല്ലാതെ ഉപയോഗിക്കൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരോഗമനവാദികളായിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞു വരുമ്പം പിന്നെ പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. അതായത് പിന്നെ ലേഡീസൊക്കെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം അതിനെ നോക്കി നിൽക്കുന്ന ആണുങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഇതിങ്ങനെ നോക്കി നിൽക്കും, പിന്നെ അതിൽ കിട്ടാത്തതിലുള്ള നിരാശ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഇവരുപയോഗിക്കണ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വാക്ക് ഓർക്കാതിരിക്കാൻ മറക്കരുത്. എന്താ പറഞ്ഞ്? ഓർക്കാതിരിക്കാൻ മറക്കരുത്, അതായത് ഓർക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ ഓർത്ത് വെക്കണം എന്നാണ് ഫ്രസ്ട്രേഷൻ്റെ അർത്ഥം. അർത്ഥമല്ല, ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാശ. അതൊക്കെ പോട്ടെ. നമുക്ക് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി, ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതാണ് ചെയ്യാൻ കഴിയാഞ്ഞാൽ ഒരു നിരാശ ഉണ്ടാവുമല്ലോ. ആ നിരാശനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ പോട്ടെ. ഇപ്പം ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പകുതിയിലെത്തുമ്പോഴേ നമുക്കൊരു നിരാശ ആയിരിക്കുമല്ലോ, പിന്നെ അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ. അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷന് കുറച്ച് എന്തുണ്ട്? എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞത് ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ എന്ത് ചെയ്യാണ്? ഡിസ്ട്രോയ് ചെയ്തു പോവാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ വരും. അതായത് ഇനി സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി വരും എന്ന് പറയുന്നത്. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ് അഗ്രീസ് ടു സെൽ ഹിസ് സ്കൂട്ടർ ടു വൈ ബിഫോർ ദ ട്രാൻസ്ഫർ സ്കൂട്ടർ ഈസ് ഡിസ്ട്രോയിഡ് ബൈ ആൻ ആക്സിഡൻറ്റ്. അതായത് ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റ്, ഞാനിപ്പം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂട്ടർ വിൽക്കാൻ നിൽക്കുകയാണ്. അതാണ് നമ്മുടെ കോൺട്രാക്റ്റിലെ സബ്ജക്റ്റ് മാറ്റർ. അതെന്ത് ചെയ്തിട്ടുണ്ട്? അത് വിൽക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഒരു ആക്സിഡൻറ്റിൽ അത് കേടുവന്ന് പോയിട്ടുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് മാറ്റർ ഡിസ്ട്രക്ഷൻ സംഭവിച്ച ഫ്രസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി ആണ്. പിന്നെ ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി ഓഫ് എ പേഴ്സൺ. അതായത് ആളെന്ത് ചെയ്യാം? അടിച്ചു പോവുക, മരിച്ചു പോവുക, അങ്ങനത്തെ ഒക്കെ സന്ദർഭം ഉണ്ടല്ലോ. ഇതിലുള്ള ആളുകൾ, ഒരു പിയാനോ പ്ലെയറിൻ്റെ കേസൊക്കെ പറയുന്നത്, അയാൾ നല്ല ഉഷാറായിട്ട് വായിക്കുന്ന ആളാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? പിന്നീട് അടിച്ചുപോയി. അങ്ങനെ വരുമ്പം എന്താണ്? ആ കോൺട്രാക്റ്റ് ഇനി അയാൾ പെർഫോം ചെയ്യാൻ കഴിയുമോ? ലീഗൽ ഹെയർസ് പിയാനോ വായിച്ചാൽ ആകെ എന്തുണ്ടാവും? മറ്റേ ഫിലിമിൽ ഏതോ ഒരു ഫിലിം ഉണ്ടല്ലോ, ദിലീപ് പാട്ട് പാടാൻ നടക്കണ എന്തോ ഒരു ഫിലിം ഉണ്ട്, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. സൗണ്ട് തോന്നാം, അതേമാതിരി ആവും. അപ്പോൾ അത് എന്താണ്? പിതാവേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ? ഓക്കെ, അതിൻ്റെ പോലെ ആയാൽ ആ ഒരു സുഖം കിട്ടൂലല്ലോ. അപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. പിന്നെ ചേഞ്ച് ഓഫ് ലോ.
ചേഞ്ച് ഓഫ് ലോ എന്ന് പറയുമ്പോൾ നിയമം എന്ത് ചെയ്തു, നമുക്ക് വന്ന നിയമങ്ങൾ പിന്നെ നിയമത്തിൽ മാറ്റം വന്നു, നിലവിലുള്ള നിയമത്തിൽ നിന്നും മാറ്റം വന്നു കഴിഞ്ഞാൽ അത്തരം ഇതോടുകൂടെ തന്നെ എന്തായി, അത് പിന്നീട് വന്ന ഇപ്പം ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, ഒരു നിയമം പാസ്സാക്കാണ്, ഇനിയും കോൺട്രാക്ട് ഇനി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറയാണ്. അത്തരം സന്ദർഭങ്ങളിൽ ആ കോൺട്രാക്ട് എന്താണ്, ചേഞ്ച് ഓഫ് ലോന്റെ അടിസ്ഥാനത്തിൽ എന്നാ. പിന്നെ ഇനി അടുത്ത ഡിക്ലറേഷൻ ഓഫ് വാർ, നമ്മൾ അലൈൻ ഫ്രണ്ട് ആയിട്ടുള്ളൊരു ടീമിനായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. പക്ഷേ പെട്ടെന്ന് വാർ വന്നാൽ ഉടനെ അതെന്തായി, അലൈൻ എനിമിയായി മാറി. അലൈൻ എനിമിനായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനത്തെ 4 കേസുകളാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നമ്മുടെ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷന്റെ എക്സാമ്പിൾസ് പറയുന്നത്. ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇടയ്ക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് പിന്നെ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി, കോൺട്രാക്റ്റിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അത് വോയിഡ് ആവുകയാണ് അല്ലേ, അത് ചെയ്യാൻ കഴിയാതാവുകയാണ് അല്ലേ. എന്നാൽ ഈ ഒരു റൂളിന് എക്സെപ്ഷൻസ് കുറച്ച് കേസ് പഠിക്കുന്നുണ്ട്. അതായത് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യണ്ട എന്നാണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. ഇമ്പോസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ, സബ്സീക്വന്റ് ഇമ്പോസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ ചെയ്യണ്ട എന്നുള്ളതാണ്. എന്നാൽ കുറച്ച് കേസുകൾ പറയുന്നുണ്ട്. ആ കേസിൽ നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എക്സെപ്ഷൻ ആണ്. അതായത് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കോൺട്രാക്ട് എന്ത് കുന്തായാലും ഈ കാര്യം വന്നതെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ്. കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് നേരത്തെ ചെയ്യുന്ന അതൊക്കെ ചിലപ്പോൾ എന്താവാം, കുറച്ച് എക്സ്പെൻസ് കൂടുതലാവാം. ഞാൻ ഒരാളായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടപ്പോൾ എന്തായിരുന്നു, ബിഗ് ബില്യൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ A15s എന്ന് പറഞ്ഞ ഫോണ് ഓഫർ കാണുന്നുണ്ട്. എത്ര, 14,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 13,000 രൂപയ്ക്ക്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ബിഗ് ബില്യണിൽ ഞാൻ ഒരു 4 ഫോൺ എന്ത് ചെയ്യുന്നു, ഓർഡർ ചെയ്തിട്ട്. മറ്റേ ഒരു ആളുണ്ട്, അയാൾ ഇതൊന്നും അറിയണില്ല. അപ്പോൾ അയാളോട് പറഞ്ഞു, എനിക്ക് സാംസങ്ങിൻ്റെ ഫോൺ 24-22 ഉറുപ്പ്യ കൊടുത്തിട്ട്, ഇനി അതല്ല ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 18 ഉറുപ്പ്യൻ്റെ ഒക്കെ ഫോണാണ്. പക്ഷേ എനിക്ക് ഞാനത് നാളെ 4 ഫോൺ ഞാൻ തരാം. അയാളൊരു മൊബൈൽ കടക്കാരനാണ്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സാധാ ഏതോ ലോക്കൽ പിന്നെ നാട്ടിലുള്ളതാണ്. അപ്പം അങ്ങനെ അപ്പോൾ അയാൾ ഓക്കെ കോൺട്രാക്റ്റിൽ കയറിപ്പെട്ടു. ഇയാൾ എന്നിട്ട് എത്ര തപ്പിയില്ല, ഒരു മൊബൈലിന് എന്തിട്ടി 14,000 കിട്ടി. പിന്നെ എല്ലാ മൊബൈലും 18-നാണ് 19-നൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കൊടുക്കാൻ കഴിഞ്ഞു. പിന്നീട് അത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അയാൾ അതൊന്നും ഒഴിവാകാൻ പറ്റുമോ, ഇല്ല. അയാൾ കോൺട്രാക്ട് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു ഡിഫിക്കൽട്ടി വന്നിട്ടുണ്ടെങ്കിൽ ശരി, ഏതറ്റം പോയിട്ടും നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നമ്മളെ വാക്കും ചാക്കും എന്ത് ചെയ്യരുത്, ഒരേപോലെ ആവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസിന്റെ കാരണത്താൽ എന്ത് വരാൻ പറ്റൂല, ഡിഫിക്കൽട്ടി അല്ല കാരണം, ഇമ്പോസിബിലിറ്റി ആണ്. ഇമ്പോസിബിലിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇമ്പോസിബിൾ ആണ്, അതുകൊണ്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ഡിഫിക്കൽട്ടി ആണെങ്കിൽ ഏതറ്റം പോയിട്ട് എന്ത് ചെയ്യണം തന്നെയാണ് ലോ പറയുന്നത്. പിന്നെ കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചിലപ്പം ഞാനൊരു റോ മെറ്റീരിയൽ എന്തെങ്കിലും ഒരാൾക്ക് സപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു, കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. പക്ഷെ റോ മെറ്റീരിയൽ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെട്ടെന്ന് നല്ല ഹൈക്ക് വന്നു. അതിൻ്റെയൊക്കെ കാരണത്താൽ പിന്നെ ആ കോൺട്രാക്ട് ഇപ്പം ചിലപ്പോൾ 5-6 കൊല്ലത്തിനൊക്കെ കാര്യം കോൺട്രാക്ട് ഇട്ടുണ്ടാവും, എത്ര രൂപക്ക് സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, സാധനത്തിൻ്റെ വില നല്ല കൂടിയിട്ടുണ്ടാവും, റോ മെറ്റീരിയൽ നമ്മൾ അറിയാതെ തന്നെ നല്ല വില കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി ആണ്. കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി പറഞ്ഞാൽ അതും കൊമേഴ്ഷ്യലി ഉള്ള ഡിഫിക്കൽറ്റിയാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേ കൂടി എന്നുള്ളതുകൊണ്ട് സാധനം നഷ്ടത്തിൽ വിൽക്കണം എന്നേ ഉള്ളൂ. കോൺട്രാക്ട് അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഡീഫോൾട്ട് ഓഫ് തേർഡ് പാർട്ടി, മറ്റൊരു നമ്മൾ കോൺട്രാക്റ്റിൽ ഇല്ലാത്ത, ഇപ്പം ഞാനും നിങ്ങളും തമ്മിലാണ് കോൺട്രാക്ട്, കുറച്ച് മെറ്റീരിയലോ എന്തെങ്കിലുമൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു കറക്റ്റ് എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അസൈൻമെൻറ്റുകൾ അസൈൻമെൻറ്റ് മീൻസ് ഓഡിറ്റ് വർക്കിന് നമ്മൾ അസൈൻമെൻറ്റ് എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. അസൈൻമെൻറ്റുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വർക്ക് ഏറ്റെടുത്തത് കുറച്ച് 25ഓളം വർക്കിൻ്റെ ഒരു കേസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിലിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ നല്ല സ്ട്രോങ് ആയപ്പോൾ നമ്മളെ പിന്നെ വർക്ക് ചെയ്യാൻ നിന്ന് ഏറ്റിരുന്ന ഇവിടെയുള്ള ഒരു 4-5 സ്റ്റാഫ് ഉണ്ട്. അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വർക്ക് ഏറ്റെടുത്ത് ഇന്ന ഡേറ്റ് November 10-നുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അത് ഏതറ്റം പോയിട്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഞാനും പിന്നെ സൂറത്തിലെ ടീമും തമ്മിൽ കോൺട്രാക്റ്റിലുള്ള അത് മറ്റൊരാൾ കഴിയൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഡീഫോൾട്ട് ഓഫ് തേർഡ് പാർട്ടി പറഞ്ഞാൽ മൂന്നാമതൊരാളുടെ ഡീഫോൾട്ടിൻ്റെ കാരണത്താൽ എന്ത് ചെയ്യാൻ പാടില്ല, അതും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ അതായത് പിന്നെ അങ്ങനെ ഒരു ഇമ്പോസിബിലിറ്റി വന്നെന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷനിൽ കൂട്ടിയിട്ട് അത് വോയിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അത്തരം
വേറെ എന്തെങ്കിലും മാർഗം കണ്ടിട്ട് ചെയ്യണം എന്നാണ്. ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എക്സെപ്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് സ്ട്രൈക്ക്, ലോക്കൗട്ട് അല്ലെങ്കിൽ സിവിൽ ഡിസ്റ്റർബൻസ്, എന്തെങ്കിലും പിന്നെ സ്ട്രൈക്കൊക്കെ വന്ന് നമ്മുടെ സ്ഥാപനത്തിൽ. ലോക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്, കുറച്ച് കാലത്തേക്ക് പിന്നെ നിർത്തിവെക്കുന്ന പരിപാടി തന്നെയാണ്. ഇത് ഏകദേശം ഒരേപോലെ ഉപയോഗിക്കുന്ന ഇത് തന്നെയാണ് സ്ട്രൈക്കും ലോക്കൗട്ടും കാര്യങ്ങളൊക്കെ. ലോക്കൗട്ട് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഓണർമാർ ലോക്കൗട്ട് ചെയ്യുന്നതാണ്. സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നെ എംപ്ലോയീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഒക്കെ കാരണത്താൽ വരുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതിൻ്റെ പേരിലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിർത്തി വെക്കാൻ പാടില്ല. അപ്പം നിങ്ങളൊക്കെ കേട്ടൊരു ഉദാഹരണം തന്നെ ആയിരിക്കും പലപ്പോഴും. ഏതൊരു കമ്പനിയുടെ, ജപ്പാനിലോ അങ്ങനെ ഏതൊരു കമ്പനി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്ന ഒരു ഉദാഹരണമാണ്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ഇടത്തെ കാലിൻ്റെ ചെരുപ്പ് ഇങ്ങനെ കുറേ ഉൽപ്പാദിപ്പിച്ചു, വലത്തെ കാലിൻ്റെ ഷൂ ഉണ്ടാക്കാതെ, അങ്ങനെ ഒരു കേസ് കേട്ടിട്ടില്ലേ? അപ്പോൾ അപ്പം ഇതിൻ്റെ ഒക്കെ കേസ് ആലോചിച്ച് നോക്കൂ. അവർ സ്ട്രൈക്കാണ്, പക്ഷെ അതേ ടൈമിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഷൂ വിൽക്കാൻ കഴിയുമോ? ഷൂ ഇടത്തെ കാലിൻ്റെ മാത്രമേ അവർ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, വലത്തെ കാലിൻ്റെ അവിടെ നിർത്തി വെച്ചു. അപ്പോൾ അതിൻ്റെ മുതലാളിമാർ ആരെങ്കിലും അന്ന് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ ഈ സ്ട്രൈക്കിൻ്റെ കാരണത്താലടാ എനിക്ക് ഒരു കാലേ വിൽക്കാൻ കഴിയുന്നുള്ളൂ, മറ്റേ കാല് തരാൻ കഴിയുന്നില്ല കാരണം രണ്ട് കാലും കൂട്ടിയിട്ട് മൂന്നൊക്കെ തല്ലൂലേ അവർ. അപ്പം അതൊക്കെ തന്നെയാണ്. അങ്ങനെ വന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു സ്ട്രൈക്ക് വന്നു എന്നുള്ളതിൻ്റെ കാരണത്താൽ എന്ത് ചെയ്യാൻ പറ്റൂല, പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റിയിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. അതിനും മറ്റ് പരിഹാരങ്ങൾ കാണാമെന്നില്ല. പിന്നെ ഫെയിലിയർ ഓഫ് വൺ ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ പാർഷ്യൽ ഇമ്പോസിബിലിറ്റി, അതായത് നമ്മളിപ്പം ഒരേ രണ്ട് ടൈപ്പ് കോൺട്രാക്റ്റ് ആണ് ഏർപ്പെടുന്നത്. അല്ല, ഒരു കോൺട്രാക്റ്റിൽ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, അതിൽ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, ഫെയിലിയർ ആയി പോവുകയാണ്, അതുകൊണ്ട് മറ്റേ സബ്ജക്റ്റും കൂടി ഒഴിവാക്കുക. അങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നില്ലേ? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാബ് വിളിക്കുകയാണ്. ക്യാബ് വിളിക്കുമ്പോൾ എന്താ പറയുന്നത്, എനിക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണം, കോവളം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബീച്ചിൽ പോകും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് സെമിനാർ ക്യാൻസലായി. അതുകൊണ്ട് സെമിനാർ ക്യാൻസൽ ആയതുകൊണ്ട് എന്താണ്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എന്തായിട്ടുണ്ട്, ക്യാൻസൽ ആയിട്ടുണ്ട്. പക്ഷെ മറ്റതിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഇമ്പോസിബിൾ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കാർ ഓപ്പറേറ്റിംഗ് കമ്പനിനോട് വിളിച്ചു പറയാണ്, ഇത് നടക്കില്ല, എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഫെയിലിയർ ആയതുകൊണ്ട് ഒരിക്കലും പറ്റൂല എന്നുള്ളതാണ്. പിന്നെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇമ്പോസിബിലിറ്റി ഉണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇമ്പോസിബിലിറ്റിക്ക് ഞാൻ ഇന്നലെ തന്നെ ഉദാഹരണം പറഞ്ഞിരുന്നു. അതായത് ഞാൻ എന്തെങ്കിലും എൻ്റെ നെഗ്ലിജൻസ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഡെലിബറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അറ്റംപ്റ്റ് കൊണ്ടോ സംഭവിച്ചിട്ടുള്ള ഇമ്പോസിബിലിറ്റി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സ്കൂട്ടർ വിൽക്കാനൊക്കെ ഉദ്ദേശിച്ചിരുന്നു, പിന്നീട് ഞാനത് കത്തിച്ചു. അല്ലെങ്കിൽ അതുപോലത്തെ ഞാൻ എന്തെങ്കിലും തണ്ടിത്തരം ചെയ്തതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ എൻ്റെ നെഗ്ലിജൻസിൻ്റെ ഫലമായിട്ട് എന്ത് വന്നു, വരുന്ന ഇമ്പോസിബിലിറ്റിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ഇങ്ങനത്തെ ഇമ്പോസിബിലിറ്റി എന്ത് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇമ്പോസിബിലിറ്റി എന്ന് പറയാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ വാട്ട് ഈസ് നോട്ട് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ എക്സെപ്ഷൻ ടു ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ്റെ ഡിസ്കഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. അതിൽ 6 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തന്നിട്ടുള്ള മുനീഷ് ഭണ്ഡാരിൻ്റെ ബുക്കിലാകെ 5 പോയിന്റുകളാണുള്ളത്. അത് രണ്ടും മാറ്റാൻ വരുത്താനൊന്നുമില്ല, അതിലൊന്ന് അവർ കട്ട് ചെയ്തതാണ്, കുഴപ്പമൊന്നുമില്ല, അത് വെച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ്റെ എക്സെപ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണ്, ഡിഫിക്കൽറ്റി ഓഫ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തില്ലേ, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ ഉള്ളൂ, ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് ഏതൊക്കെ രീതിയിലാണ് ബ്രീച്ച് വരിക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോരായിരുന്നു. അതിൽ പെട്ടതായിരുന്നു എന്ത്, പെർഫോമൻസ് ഉണ്ട് ബൈ അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്തത്. ഇനി ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്. ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രീച്ച് എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പാർട്ടി കോൺട്രാക്റ്റിലുള്ള ആൾക്കാർ ആ കോൺട്രാക്റ്റിനെ ബ്രേക്ക് ചെയ്യാം. പിന്നെ ബ്രേക്ക് ചെയ്യുന്നതിനാണ് എന്ത്,
ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പിന്നെ വിത്തൗട്ട് സഫീഷ്യൻറ്റ് റീസൺ, ഒരു നിശ്ചിതമായ കാരണം, കൃത്യമായ കാര്യമൊന്നുമില്ലാതെ വെറുതെ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസിൻ്റെ ഇതിനൊക്കെ എന്ത് ചെയ്യുക, ബ്രീച്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് അത് ഫോളോ ചെയ്യാതെ പെർഫോം ചെയ്യാനുള്ള സ്റ്റെപ്പുകളൊന്നും കറക്റ്റ് ചെയ്യാതെ ഒഴിവാക്കുന്നതിനെയാണ്, ഒരു കാരണമില്ലാതെ വെറുതെ ചെയ്യുന്നതിനെയാണ് ബ്രീച്ച് എന്ന് പറയുക. ബ്രീച്ചിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, ആക്ച്വൽ ബ്രീച്ച് ആൻഡ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച്. ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ടൈം ആകുമ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പം അത് എപ്പോഴാണോ ഞാൻ ആ കോൺട്രാക്റ്റ് ചെയ്യേണ്ടത്, മാർച്ച് 1 ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ മാർച്ച് 1 ആ പെർഫോം ചെയ്യേണ്ട ടൈം ആയതിനു ശേഷം, അതായത് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുണ്ട്, ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്യാണ്, ആ ബ്രീച്ച് നടത്തുകയാണെങ്കിൽ അത്തരം ബ്രീച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയുന്നത്. അതുപോലെ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഉണ്ട്. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്താന്ന് പറയുക, അതിന് മുമ്പായിട്ട് ആക്ച്വൽ ബ്രീച്ചിൻ്റെ 2 ടൈപ്പ് നമുക്ക് പറയാനുണ്ട്. ഓൺ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ്, ഞാൻ എന്നാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ഡേറ്റിന്, അതായത് മാർച്ച് 1 ചെയ്യാന്ന് പറയുമ്പോൾ ആ ഡേറ്റിന് ഡേറ്റ് ആയല്ലോ, അന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ആക്ച്വൽ ബ്രീച്ച് നടത്തുകയാണ്. അതായത് എനിക്ക് ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നതിനാണ് ആക്ച്വൽ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ പെർഫോം ചെയ്യാൻ ബാധ്യസ്ഥനായ ആ ടൈമിന് ശേഷം ഞാൻ ബ്രീച്ച് ചെയ്യുന്നതിനാണ് ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓൺ ദ ഡേറ്റ്, ഓൺ ദ ഡ്യൂ ഡേറ്റ് ഇറ്റ് സെൽഫ്, അതായത് കോൺട്രാക്ട് നമ്മൾ ഏർപ്പെട്ടപ്പോൾ അറ്റ് ദ ടൈം ഓഫ് എൻ്ററിങ് ടു കോൺട്രാക്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സം ഡേറ്റ്, ചില ഡേറ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അഗ്രിമെൻറ്റിൽ വന്നിട്ടുണ്ടാവും. ആ ഡേറ്റിൻ്റെ അന്ന് നമ്മളത് ചെയ്യാതെ ഫെയിൽസ് ടു ഡു എങ്കിൽ ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ദാറ്റ് ടേംസ്, ഏത് ഡേറ്റിന്, നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഡേറ്റിന്. പിന്നെ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ്, ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ട് മറ്റേത് നമ്മൾ പറഞ്ഞു തീരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യാണ്, അതൊന്നും വ്യതിചലിച്ച് മാറി നിൽക്കുന്നതിനെയാണ് നമ്മൾ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദ കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഞാൻ ഒരാളായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരു 500 എന്താ പറയുക, 500 റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരാളായിട്ട് കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. 3 മാസത്തിൻ്റെ ഇടയ്ക്ക് 500 ഫ്രിഡ്ജ് ഞാൻ ഇത്ര രൂപയ്ക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 300 യൂണിറ്റ് ഒക്കെ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം ഇനി എനിക്ക് കഴിയൂല എന്ന് പറയാം. അതെന്താണ്, അതും ആക്ച്വൽ ബ്രീച്ചിന് ഒരു ഉദാഹരണമാണ്. അപ്പം ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്, പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കുന്നതിനാണ്. അങ്ങനെയുള്ളതിനെ രീതിയിലും നമ്മൾ ആക്ച്വൽ ബ്രീച്ചിനെ 2ആയിട്ട് കട്ട് ചെയ്തു. ഓക്കെ, അതാണ് ഒന്ന് ഡ്യൂ ഡേറ്റിൻ്റെ അന്ന്, മറ്റൊന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ആക്ച്വൽ ബ്രീച്ച് കഴിഞ്ഞു. ഇനി ഉള്ളത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ബ്രീച്ച്. ഇതിപ്പോൾ ഞാൻ ആക്ച്വൽ ബ്രീച്ചിനെ വിശദീകരിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്താണെന്നുള്ളത്. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുമ്പോൾ ഞാൻ പെർഫോം ചെയ്യേണ്ട ടൈമിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, അത് എനിക്ക് കഴിയൂല എന്ന് പറയുന്നതാണ്. അതായത് ഓഗസ്റ്റ് 10 ഞാൻ ഇന്ന പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നവംബർ 10 ഇന്ന പ്രൊഡക്റ്റ് ഞാൻ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നവംബർ 10 ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ അയാളോട് പറയുകയാണ് എനിക്ക് കഴിയൂല, ബുദ്ധിമുട്ടാണെന്ന് പറയും. ഇങ്ങനത്തെ ബ്രീച്ചിന് എന്ത് പറയും, ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ബ്രീച്ച് എന്നൊക്കെ പറയും. അവിടെ ഇതിൽ കോൺസിക്വൻസ് ഓഫ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുമ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചിൻ്റെ ഇതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. ഇതിലെന്ത് കിട്ടും, നമുക്ക് ക്ലെയിം കിട്ടും, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റാളെ അതിന് വേണ്ടിയിട്ട് കോൺസിക്വൻസും നോൺ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വല്ല ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാനൊക്കെ പറ്റും. ഇത് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് റെമഡീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സൊക്കെ മനസ്സിലാവേണ്ടെന്ന് കരുതുന്നു. ഇതൊക്കെ സാധാ നാട്ടുവർത്താനം പറഞ്ഞ് പോണ പോലെയാണ് ഞാൻ ഈ ക്ലാസ് സംസാരിച്ചിട്ടുള്ളത്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് ലോ ആണെങ്കിൽ പോലും, പക്ഷെ ഇതൊരു ലോൻ്റെ പിന്നെ ഒരു പൊടിപ്പും തുങ്ങലൊന്നും ഇതിനില്ല. സാധാ നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞ പിന്നെ എന്താ ഈ ഫോളോ അപ്പ് ആക്ടിവിറ്റി ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോളോ അപ്പ് ആക്ടിവിറ്റി ഒക്കെ വീഡിയോൻ്റെ ഇടയിൽ സംസാരിച്ചതാണ്. അതൊക്കെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ക്ലാസ് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പീഡായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പേഴ്സണലി പറയണം. സ്പീഡാക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു. എന്നിരുന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. ഒരു കുര വന്നിട്ടുണ്ട്. കൊറോണ ആണോ എന്ന് ഒരു ഡൗട്ടും ഉണ്ട്. ചെക്ക് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ
വേണ്ട എന്നാണ് തോന്നുന്നത്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊറോണ ആവുമ്പോൾ അല്ലബീറിലൊക്കെ പറഞ്ഞേക്കണത് ചെക്ക് ചെയ്യണവർക്ക് മുഴുവൻ പോസിറ്റീവ് ആണെന്നാണ്. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ചെക്ക് ചെയ്യണില്ല. നിങ്ങളിപ്പോൾ അതിൽ പേടിക്കൊന്നും വേണ്ട. വീഡിയോ വോയിസ് കേട്ടോണ്ട് അതിലാണ്ട് വരൂലല്ലോ. ഓക്കെ, എന്നാൽ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ആയിക്കോട്ടെ, എന്നാൽ ശരി കേട്ടോ, ഗുഡ് ബൈ.